ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റുകൾ സജീവമാകുന്നു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലൈംഗിക തൊഴിലാളികൾ സജീവമാകുന്നത്. അവധി ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ നിന്ന് പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് എത്തുന്നതായിട്ടാണ് പ്രദേശവാസികളുടെ പരാതി. നിരവധി ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ എറണാകുളത്തെ ചില പ്രദേശങ്ങളിൽ മലയാളികൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പോലും പ്രയാസമാണ് എന്ന പരാതിയാണ് ഉയർന്നത്. ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഉൾപ്പെടെയുള്ള യുവതികളെ ഇവിടേക്ക് മാംസവ്യാപാരത്തിനായി എത്തിക്കുന്നുണ്ട്. ഇതാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. പരസ്യമായി തെരുവുകളിൽ പുകയില കച്ചവടവും തകൃതിയായി നടക്കുന്നു. പലരും ലഹരി ഉപയോഗിച്ചാണ് പൊതുസ്ഥലങ്ങളിൽ എത്തുന്നത് പോലും. അതേസമയം കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. കൊലക്കുറ്റത്തിലും ബലാത്സംഗത്തിലും ഉൾപ്പെടെ പ്രതികളായ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ തങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. വ്യാജരേഖകളുമായി ബംഗ്ലാദേശികളും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവരുടെ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ കേരള പോലീസിനും ലഭ്യമല്ല. ഈ മാസം മാത്രം 7 ബംഗ്ലാദേശികളാണ് എറണാകുളത്ത് പിടിയിലായത്. ഏതാണ്ട് ഒരു ദിവസം, ഇന്നലെ മാത്രം 27 പേര്, അതിന്റെ തലേ ദിവസം 34 പേര്. ഒരു വീട് കേന്ദ്രീകരിച്ച് മാത്രം 27 പേര് താമസിക്കുന്നെങ്കിൽ ഇവർ എത്രമാത്രം നിർഭയരും ആത്മവിശ്വാസവും ഉള്ളവരാണ് ഈ നാട്ടിൽ പിടിക്കപ്പെടില്ലെന്ന്. കഴിഞ്ഞ ദിവസം 2 ബംഗ്ലാദേശി യുവതികളാണ് പിടിയിലായത്. വ്യാജ തിരിച്ചറിയൽ രേഖകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. സെക്സ് റാക്കറ്റുകൾ ബംഗ്ലാദേശിൽ നിന്നും ഇവിടേക്ക് യുവതികളെ എത്തിക്കുന്നുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. ഇപ്പോൾ പോലീസും ATSും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ക്ലീൻ എന്ന പരിശോധനയിലാണ്. ഇതിലൂടെയാണ് പല ബംഗ്ലാദേശികളെയും പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ബരിസാൽ ചുങ്കല സ്വദേശിനിയായ റുബീന 20കാരി, ശക്തിപൂർ സ്വദേശിനിയായ കുൽസൂം അക്തർ എന്ന 23കാരിയെയാണ് കോടനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് വ്യാജ ആധാർ കാർഡും കണ്ടെടുത്തിട്ടുണ്ട്. 2024 ഫെബ്രുവരി മുതൽ 2 പേരും കേരളത്തിലുണ്ട്. അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് മുഖേന ആധാർ കാർഡുകളും മറ്റ് രേഖകളും ഒക്കെ പണം കൊടുത്ത് തരപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ നാട്ടിലെത്തിയിരിക്കുന്നത്. യുവതികൾക്കിവിടെ സഹായം ചെയ്തവരെ കുറിച്ചിട്ടാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതി പ്രകാരം ഈ മാസം പിടികൂടിയ ബംഗ്ലാദേശികളുടെ എണ്ണം 7 ആയിരിക്കുന്നു. ഈ മാസം മാത്രം. അതിനിടയിലാണ് ഇന്നിപ്പോൾ 27 പേര് ഒരുമിച്ച് പൊക്കുന്നത്. പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്നും തസ്ലിമ ബീഗം എന്ന യുവതിയെയാണ് ആദ്യം പിടികൂടുന്നത്. പിന്നീട് അവരിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്ന് അവരുടെ ഒരുപാട് കുടുംബാംഗങ്ങൾ ഇവിടെ താമസിക്കുന്നു എന്നറിയുന്നു. ദിവസം 7 പേരെ വീതം പിടിച്ചാൽ നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. തുടർന്ന് അങ്കമാലിയിൽ നിന്ന് ഹൊസൈൻ ബൊലേർ, അതുപോലെ എടത്തലയിൽ നിന്ന് മുഹമ്മദ് ലിട്ടൻ അലി, മുഹമ്മദ് ബപ്പി ഷോ, പെരുമ്പാവൂരിൽ നിന്ന് മുഹമ്മദ് അമീൻ ഉദ്ദീൻ, ഇങ്ങനെ ഒരുപാട് ആളുകളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് ആധാർ കാർഡുകൾ ഉൾപ്പെടെ നിരവധി രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അനധികൃതമായി ബംഗ്ലാദേശികൾ താമസിക്കുന്നതായിട്ട് വിവരം ലഭിച്ചാൽ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു നമ്പറും പോലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 9995214561 എന്ന നമ്പറിൽ പോലീസിനെ ഉടൻ തന്നെ ഇൻഫോം ചെയ്യണം എന്നാണ് നിർദ്ദേശം. പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടുകൂടി പല വീടുകളിൽ നിന്നും വാടകയ്ക്ക് താമസിച്ചിരുന്ന ബംഗ്ലാദേശികൾ അപ്രത്യക്ഷരായി. പക്ഷേ ആ വീട്ടുടമകൾക്ക് പോലീസിൽ പരാതി നൽകാൻ പോലും കഴിയുന്നില്ല. കാരണം എന്താ? ഇവരവിടെ താമസിപ്പിച്ചല്ലോ. ഇവരുടെ രേഖകൾ നൽകുമ്പോൾ ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ബംഗാളി എന്ന് തന്നെ ആയിരിക്കും. കാരണം വ്യാജരേഖയാണല്ലോ. അത് എത്രമാത്രം സത്യസന്ധമാണ് എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ ഹൗസ് ഓണർക്കൊന്നും സാധിച്ചെന്ന് വരില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇവരെ ഇവിടെ താമസിപ്പിച്ചതിന് പിന്നിൽ വല്ല നൂലാമാലകളുമാകുമോ എന്ന് ഭയന്ന് പലപ്പോഴും വീട്ടുടമസ്ഥർ കാണാതാകുന്ന ബംഗ്ലാദേശികളെ സംബന്ധിച്ച് പോലീസിൽ നിർദ്ദേശം നൽകുകയോ പരാതി നൽകുകയോ ചെയ്യുന്നതേയില്ല. പെരുമ്പാവൂർ ഇപ്പോൾ ജനഗണനയാകുന്ന പ്രദേശമാവുകയാണ്. കാരണം വേറൊരു പെരുമ്പാവൂർ മാറും കാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് അൽഖ്വയ്ദയുടെ സജീവ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തുന്നു.
അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഏത് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളുകൾ പെരുമ്പാവൂരിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഭീകരർക്കൊക്കെ സ്വസ്ഥമായിട്ടുള്ള ഒരു കേന്ദ്രമായി പെരുമ്പാവൂര് മാറുന്നത്. പെരുമ്പാവൂർ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വേദനയാകുന്ന പ്രദേശമാവുകയാണ്. കാരണം കേരളത്തിലെ ഭീകരവാദത്തിന് വേരോട്ടമുള്ള പ്രദേശമായി പെരുമ്പാവൂർ മാറുകയാണ് എന്നാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അൽ ഖ്വയ്ദയുടെ സജീവ പ്രവർത്തകർ മുൻകാലങ്ങളിലും പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടപ്പെട്ടിട്ടുണ്ട്. നിരോധിത സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന തടിയന്റെ നസീർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പെരുമ്പാവൂർ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തുന്നു. റോയൽ ബേക്കർ ഇവിടെ നിന്ന് 2 ഭീകരന്മാരെ വർഷങ്ങൾക്ക് മുൻപ് പിടികൂടിയിട്ടുണ്ട്. നമുക്കറിയാം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്. അവിടെ അതിന്റെ പ്രതികളെ പിടികൂടിയത് പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ്. കൊടും ഭീകരനായ തടിയന്റെ ഇവിടെ നസീറിനെ പിടികൂടിയത് പെരുമ്പാവൂരിലെ പാറപ്പുറത്ത് നിന്നാണ്. ഹവാല കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി പെരുമ്പാവൂരിലെ ക്രിമിനലുകൾക്ക് ബന്ധമുണ്ട്, പങ്കുണ്ട്. രാജ്യവിരുദ്ധ ശക്തികൾ ആസൂത്രിതമായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് തവണ പോലീസിനും അതുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ പരാതികൾ നാട്ടുകാർ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. സംശയമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടും പലപ്പോഴും പോലീസ് നിഷ്ക്രിയമായി തുടരുന്നു എന്ന പരാതിയും ഇവർക്കുണ്ട്. സേനയിൽ പച്ചവെളിച്ചം ഗ്രൂപ്പ് എന്ന പേരിൽ ഭീകരന്മാരുടെ അടുത്ത ബന്ധം പുലർത്തുന്നവർ അപ്പോൾ ഭീകരന്മാർക്ക് വിവരം ചോർത്തി കൊടുക്കുന്നതായും പരാതി നിലനിൽക്കുന്നുണ്ട്. നഗരത്തിലെ പല പ്രദേശങ്ങളിൽ പോലീസിന് പോലും റെയ്ഡിന് പോകാൻ പറ്റില്ല. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പല അവസരങ്ങളിലും രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പെരുമ്പാവൂരിലെ ഏകദേശം 5-6 പ്രദേശങ്ങൾ നോ എൻട്രി സോണുകളാണ്. അതായത് അവിടെ ആർക്കും എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയില്ലാതെ വിവരം അപ്പോൾ തന്നെ ചോരും. പാറപ്പുറം, തണ്ടേക്കാട്, മുടിക്കൽ, പലക്കടുത്താഴം, കണ്ടമ്പറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഓൾറെഡി റിപ്പോർട്ട് നൽകി കഴിഞ്ഞാണ്. സംസ്ഥാന പോലീസിന്റെ വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും സംസ്ഥാന പോലീസ് മൗനം തുടരുകയാണ്. ഒരു നടപടിയും വേണ്ട രീതിയിൽ എടുക്കില്ല. പാറപ്പുറത്ത് ഇറാനിൽ നിന്ന് വരെ വിദേശികൾ വന്നു പോകുന്നു എന്ന വിവരം പരസ്യമാണ്. ബംഗ്ലാദേശികളു മാത്രമല്ല, നമ്മൾ പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡിനോടനുബന്ധിച്ചിട്ട് കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനികൾ വരെ ഈരാറ്റുപേട്ടയിൽ വന്നിട്ട് ആയുധ പരിശീലനം നേടിയ വാർത്ത നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ഇറാനികൾ വരെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് താവളമുറപ്പിക്കുകയാണ്. സംസ്ഥാന പോലീസിന്റെ വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും സംസ്ഥാന പോലീസ് മൗനം തുടരുകയാണ്. ഒരു നടപടിയും വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല. പാറപ്പുറത്ത് ഇറാനിൽ നിന്ന് വരെ വിദേശികൾ വന്നു പോകുന്നു എന്ന വിവരം പരസ്യമാണ്. പലക്കടുത്താഴത്തുള്ള ബംഗ്ലാദേശ് കോളനി അത് കുറേ കാലമായി ദുരൂഹമായി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ്. 3 നിലകളുള്ള കെട്ടിടമാണ്. അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നതിന് തെളിവാണ് NIA-യുടെ അറസ്റ്റ്. ഇറാന്റെ സഹായം അവിടെ ഒഴുകുന്നതായുള്ള പരാതി കേന്ദ്രത്തിന് മുൻപിലുണ്ട്. ന്യൂനപക്ഷ പ്രീണനം മൂലം സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല? പെരുമ്പാവൂരിലെ ലീഗ്, നഗരത്തിലെ പള്ളി കമ്മിറ്റി തുടങ്ങിയ മതകേന്ദ്രങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ ഭീകരവാദികളെ എതിർത്ത് നിൽക്കുന്നത് എന്ന അഭിപ്രായമുണ്ട്. CPM എന്ന ചെറുവിരൽ പോലും അനക്കാൻ മടിക്കുന്നതായി ആക്ഷേപവും. തീവ്രവിഭാഗക്കാര യുവാക്കൾ ഭരണ ആനുകൂല്യങ്ങൾക്ക് പാർട്ടിയിൽ കയറിപ്പറ്റിയെന്ന ആരോപണം ശക്തമാണ്. സംഘപരിവാർ സംഘടനകൾ വളരെ ശക്തമായ പ്രതിഷേധം കാലങ്ങളായി ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ഉറപ്പലവുമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. കേരളത്തിൽ നിന്നും പിടിയിലായ ഭീകരന്മാർക്ക് പ്രാദേശിക പിന്തുണ ഉണ്ട് എന്നതിന് സംശയമൊന്നും വേണ്ട. പെരുമ്പാവൂരിലെ പ്രാദേശിക സഹായക്കാർ ആരാണ്, എന്താണ് എന്നൊക്കെ കണ്ടെത്താൻ NIA വല വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികളും ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും ധാരാളം. കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളമായിട്ട് ആളുകൾ ഏറെ അതൊരു പുതിയ കാര്യമല്ല. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തത് മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. 2020 സെപ്റ്റംബറിൽ NIA പെരുമ്പാവൂരിൽ നടത്തിയ റെയ്ഡിൽ 3 അൽ ഖ്വയ്ദ ഭീകരവാദികൾ പിടിയിലായിരുന്നു. രാജ്യത്ത് ആകെ നടന്ന റെയ്ഡിൽ 9 പേർ പിടിയിലായതിൽ 3 പേർ പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേരത്തെ പറഞ്ഞ വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിച്ചു. അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതോടെ അവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞു. ആ സമയത്ത് മതഭീകരവാദികൾ താൽക്കാലികമായി ഉൾവരും. അതിനൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരും കൂട്ടത്തോടെ സംസ്ഥാനം വിട്ടത്. ബംഗാളികളായിരുന്നു ബംഗ്ലാദേശികൾ. കാരണം ബംഗ്ലാദേശികൾ തന്നെയാണ് ബംഗാളികൾ എന്ന രീതിയിൽ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത്. എറണാകുളം, പെരുമ്പാവൂർ മേഖലയിൽ അടക്കം ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിനും രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കിയതിനുമൊപ്പമാണ് പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് പലരും അപ്രത്യക്ഷരായത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. സർക്കാർ കേന്ദ്രങ്ങൾ ഇവർക്ക് വേണ്ടി വല വിരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ ഇവരൊക്കെ എവിടെ പോയി? ഇവരപ്രത്യക്ഷരായി. ശരി, ഈ അപ്രത്യക്ഷരായ ആളുകളുടെ ലിസ്റ്റുകൾ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചവർക്കറിയാമല്ലോ. അറ്റ്ലീസ്റ്റ് പോലീസിൽ ഒരു എൻക്വയറി എങ്കിലും നടത്താൻ ഇവർ താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവർ പിടിക്കപ്പെടും. കാരണം ഇത്തരം ഭീകരവാദികളെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ചില ആളുകൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ. നോക്കൂ, ഒരു കുടുംബത്തിലെ 27 ആളുകൾക്ക് ഒരുമിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ 27 × 25,000 എന്ന നിലയ്ക്ക് ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു മാറുകയാണ്. ഈ 27 പേര് ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നു. പുറത്ത് ഈ വീട് വാടകയ്ക്ക് കൊടുത്താൽ ഇവർക്ക് ഏറിയാൽ 5,000 മുതൽ 7,000 രൂപ വരെയാണ് വാടക കിട്ടുക. ഇവർ കൊടുക്കുന്നത് 25,000 രൂപയാണ് പെർ മന്ത്. കാരണം ഇവർക്ക് 30 ദിവസവും ജോലിയുണ്ട്. അപ്പൊ ഇവർക്ക് സാധാരണ ജോലിക്ക് പോയാൽ 1000 രൂപ കിട്ടും. അപ്പോഴും ആളൊന്നിന് 30,000 രൂപയായി ഒരു മാസം. അപ്പൊ 27 പേരുണ്ട്. ഇവരിനകത്തൊരു 5-6 സ്ത്രീകളുണ്ട്. ബാക്കി എല്ലാം പയ്യന്മാരും പുരുഷന്മാരുമാണ്.
അപ്പൊ ഇവർക്ക് ലഭിക്കുന്ന ജോലി, പിന്നെ അവരും ചുമ്മാ ഇരിക്കുന്നില്ല. ഈ സ്ത്രീകളും ആക്രി പെറുക്കാനും പ്ലാസ്റ്റിക് എടുക്കാനും ഇങ്ങനെ പല വിധത്തിലുള്ള ജോലികൾക്കാണ് പോകുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു 20,000 രൂപ മാസം കൊടുക്കുക എന്നത് ഇവർക്ക് പ്രശ്നമില്ല. കാരണം ഇവരുടെ രാജ്യത്ത് ഇവർ ഒരുപാട് ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നാടുവിട്ടവരാണ്. ഇവിടെ വരുമ്പോൾ സുഖവാസം, ഇഷ്ടമനുസരണം, ജോലി, പണം കൈനിറയെ, നിർഭയത്വം. പിന്നെ ഇവരെന്തിനാണ് ഭയക്കുന്നത്? നന്ദി.